ഗൈസ്, ഇതെന്റെ ഫസ്റ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബ്ലോഗ്. ഹായ്, നഗ്ലി താമരപ്പൂ. അത് പിന്നെ കാണിച്ചിടാം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബ്ലോഗാണ്. ഇന്നത്തെ ഫുൾ കറക്കും നമ്മുടെ തക്കട് വാവ എന്റെ ചെന്തിരുമ. ഇതെന്റെ പുതിയ ഡിയോയാണ്, ഇതിലാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ വൈറ്റിലി കടവന്ത്രയിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ട് പിടിക്കുകയാണ്. നമ്മൾ ചമ്പക്കര പാലം വഴിയാണ് പോണത്. എന്റെ കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കലാണ് മെയിൻ എയിം. പിന്നെ ഫുഡും കഴിക്കണം, അതാണ് ഫസ്റ്റ് തിങ്. ബിക്കോസ് എനിക്കിത് വിശക്കുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. നമ്മൾ ചമ്പക്കര വഴിയെ പോകുന്നതെന്ന് പറയില്ലേ, അവിടെ ടേണിങ്ങിൽ തന്നെ ഒരു ഷോപ്പ് കണ്ടു. അവൻ എന്നെ ഭയങ്കര ഭീകരമായി നോക്കുന്നുണ്ടായിരുന്നു. കൊച്ചു പയ്യൻ. നല്ല ഇടിയപ്പവും സ്റ്റൂ കറിയാണ് കഴിച്ചത്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മാറ്റി കുറുക്കിയൊക്കെ ഞാൻ കഴിച്ചു. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, എന്തോ ഒന്ന് എന്നുള്ളൊരു മൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ രണ്ടാമതും മൂന്നാമതും ആയിട്ട് വായിൽ വെച്ചപ്പോൾ സംതിങ് സ്പെഷ്യൽ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനത് വെട്ടി വിഴുങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. എൻ്റെ ആക്ഷൻ കാണാൻ പറയാം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ കുടിച്ചത് നല്ല ഫ്രഷ് ലൈമാണ്. നല്ല ചൂടായിരുന്നു. അയ്യോ, അത് കിട്ടിയപ്പോൾ എൻ്റെ പൊന്നോ, അടിപൊളി. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം വീണ്ടും നമുക്ക് തുടങ്ങാം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഫുഡും ഓക്കെ ഫുഡായിരുന്നു. ഇവിടെ പക്ഷേ എന്തൊക്കെയോ ഫിഷിനെ അവിടെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും അലങ്കാര മത്സ്യമല്ല എന്ന് മനസ്സിലായി. അതിനെ കുറച്ച് നേരം വായി നോക്കി കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് എന്തോ ഒരു ഫിഷ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും തുടങ്ങാം. അങ്ങനെ നമ്മൾ യാത്ര പോകുന്നത് എം ജി റോഡിലേക്കാണ്. എം ജി റോഡിൽ ഒരു പരാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീൽസിലപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷോപ്പ്. അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വേർത്തിട്ടാണ് എന്ന് കേട്ടു. അങ്ങനെ നമ്മൾ പനമ്പള്ളി വഴി നേരെ സൗത്ത് കയറി എം ജി റോഡിലേക്ക് കടക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു പാർട്ടി വെയറിന് ഇടുന്നതും ഒരു ഡ്രസ്സാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ളി കൺഫ്യൂഷനായി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഭയങ്കര റേറ്റ് കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ഗുഡ്വില്ലോ അല്ലെങ്കിൽ മില്ലിലൊക്കെ പോയി എടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അപ്പം ഞാൻ ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഒന്ന് രണ്ടെണ്ണം കൂടെ നോക്കി പാർട്ടി വെയറിൽ. പക്ഷെ ഭയങ്കര എന്താ പറയുക, അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ ചെന്ന സമയം രാവിലെ ആയതുകൊണ്ട് അത്രയ്ക്ക് തിരക്കില്ലാത്തതുകൊണ്ടും എനിക്ക് സമാധാനമായി നോക്കിയെടുക്കാൻ പറ്റി. ഈ ഒരു ഗ്രീനിഷ് കളർ മെറ്റീരിയൽ ഞാൻ എടുത്തു. അടുത്തത് എനിക്കൊരു സാരി എടുക്കണം. ഡേ ടൈമിൽ ഞാൻ സാരി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി പോത്തീസിൽ പോകാലോ. അങ്ങനെ പോത്തീസിലെത്തി. ഞാൻ വേറെ ഒന്നും എവിടെയും കയറി ഇറങ്ങി നടക്കാൻ നോക്കിയില്ല. ബിക്കോസ് പോത്തീസ് എനിക്ക് ഓക്കെയാണ്, മിക്കപ്പോഴും എനിക്ക് നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ വീണ്ടും പോത്തീസിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം എന്ത് സാധനമാണ് എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, അവിടെയും ചുമ്മാ പട്ടിഷു. അങ്ങനെ നമുക്ക് പോത്തീസിൽ ഒരു ചേച്ചിനെ കിട്ടി. ആ ചേച്ചി നമുക്ക് ആദ്യം എടുത്തു തന്നത് ഈ ഒരു സാരിയായിരുന്നു. അതിനുശേഷം അവർ പുള്ളിക്കാരി കുറേ കാണിച്ചു. പക്ഷേ ആക്ച്വലി എനിക്ക് വൈറ്റിൽ മെറൂൺ ബോർഡർ വരുന്ന ഒരു സാരിയായിരുന്നു വേണ്ടത്. പച്ചയാണ് കിട്ടിയത്. പച്ചയെങ്കിൽ പച്ച എന്ന് പറഞ്ഞ് ഞാൻ നോക്കി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചേച്ചി വേറെ സാരിയൊക്കെ വെച്ച് നോക്കിയപ്പോഴും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിയുടെ ഫേസ് തന്നെ ഉണ്ട്, ആ ചേച്ചിക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പച്ച വെച്ച് നോക്കി, പച്ചയും വൈറ്റും ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. പിന്നെ അതെടുത്തു. പിന്നെ ഞങ്ങൾ പല്ലു കെട്ടാൻ കൊടുത്തു. പല്ലു കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തൂക്കിയിടത്തില്ലേ, നല്ല രസമില്ലേ ഈ സാരിയുടെ അറ്റത്തേക്ക് ഇങ്ങനെ. പണ്ടൊക്കെ അമ്മമാരിത് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇറക്കിയായിരിക്കും കൊടുക്കുന്നത് ഇവര്. എന്നിട്ട് ഈ കരിയിലേക്ക് ഇതിന്റെ അറ്റത്ത് പിടിച്ചെടുക്കുന്നതൊക്കെ ഞാൻ കുഞ്ഞിലേക്ക് അമ്മയുടെ ഒക്കെ പുറകെ നടക്കുമ്പോൾ ഇത് വലിച്ചു കളയുന്നിട്ടുണ്ട്. ആ ഓർമ്മയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കും അതൊന്ന് ട്രൈ ചെയ്യാം. ആ ചേട്ടന്മാരെ അടിപൊളിയായിട്ട് അത് കെട്ടി നമുക്ക് തന്നു. പിന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ ഓക്കെ, ബൈ.